Okay, good morning. Okay, അർജുൻ സ്ക്രീന് കാണാമോ? ഗുഡ് മോർണിംഗ് സർ. കാണാം. ഓക്കെ 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 ഓക്കെ. നിങ്ങളുടെ അറ്റൻഡൻസ് ഒന്ന് പറഞ്ഞു കേട്ടോ. 2 ബാച്ച് ഉണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങളുടെ ഓരോരായിട്ടൊന്ന് അറ്റൻഡൻസ് പറഞ്ഞ്. ഈസിയിലെ അനസ് പ്രസന്റ് ആണോ? ഈസി. ഓക്കെ, ഞാൻ അറ്റൻഡൻസ് എടുക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ, 10:40 ഓക്കെ. ഈസി, അനസ്, അനുഗ്രഹ് അറ്റൻഡൻസ് പറയാണ്. അനുഗ്രഹ്, ധ്യാൻ, സഫ, അനുഗ്രഹ്. ഓക്കെ. ഓക്കെ, കുറച്ച് വെയിറ്റ് ചെയ്യാം, എല്ലാവരും ജോയിൻ ആവട്ടെ. അപ്പം നിങ്ങൾക്ക് പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷൻ ആണ് ഞാൻ എടുക്കുന്നത്. അതിൽ മോഡ്യൂൾ 5 ആണ്. ഓക്കെ, എൻ്റെ പേര് മധു. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ 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 ഓക്കെ, ഒന്ന് വെയിറ്റ് ചെയ്യട്ടോ, കുറേ പേര് ജോയിൻ ആവുന്നുണ്ട്. ഓക്കെ ഓക്കെ, അറ്റൻഡൻസ് എടുക്കുന്ന 1 മിനിറ്റ്. ഈസി അറ്റൻഡൻസ് ആണ് ഫസ്റ്റ് എടുക്കുന്നത്. ഈസി. ഓക്കെ, അനസ് റോഷൻ പ്രസന്റ് ആണോ? അനുഗ്രഹ, ധ്യാൻ, ധ്യാൻ പ്രസന്റ് ആണോ? സഫ, ജ്യോതിഷ് Present, sir. ജ്യോതിഷ്. ഓക്കെ. Present. മുഹമ്മദ് ഫറൂഖ് പ്രസന്റ് അല്ലേ? നിഖിൽ ദാസ്, പ്രണവ് രാജ്, പ്രണവ്. ഓക്കെ, അനശ്വർ, അനശ്വർ അനശ്വർ പ്രസന്റ് ആണോ? അശ്വന്ത് സി, അശ്വന്ത് സി, അശ്വന്ത് സി പ്രസന്റ് ആണോ? ഫാത്തിമ നദ, ഫാത്തിമ തു സാന, Present, sir. കൈലാസ് നാഥ്, Present, sir. നേഹ ഷിറിൻ, Present, sir. നിഖിൽ പി, നിഖിൽ ആബ്സെന്റാ? 2 ബാച്ചിലുണ്ട്, പെട്ടെന്ന് പറയണേ. നിഖിൽ പി. ഓക്കെ, അനശ്വർ പ്രസന്റ് ആണോ? നിഖിൽ പ്രസന്റ് ആണോ? അനശ്വർ പ്രസന്റ് ആണോ? ഓക്കെ. സായന്ത് സതീശൻ Present. ഓക്കെ.
പ്രണവ് രാജ് പ്രസന്റ് അല്ലേ? പ്രസന്റ്. അനസ് പ്രസന്റ് ആണോ? പ്രസന്റ്. അനശ്വർ പ്രസന്റ് ആണോ? അനശ്വർ ആബ്സെന്റ് അല്ലേ? അനശ്വർ ആദ്യം ജോയിൻ ചെയ്തിട്ട് തോന്നുന്നു. സാർ അവന്റെ നെറ്റ് കട്ടായതാ. അനശ്വര, ഓക്കെ. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷൻ്റെ മോഡ്യൂൾ 5 ആണ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ മോഡ്യൂൾ 5 നമ്മൾ എന്തൊക്കെ ടോപ്പിക്സ് ആണ് പഠിക്കേണ്ടതെന്ന് ഒരു ഐഡിയ ഉണ്ടാക്കും. അപ്പോൾ ആബ്സെന്റ് CC അനശ്വർ ആൻഡ് നിഖിൽ ബി ആണ്. ഓക്കെ, അപ്പോൾ അതിൽ വളരെ സിമ്പിളായിട്ടുള്ള ടോപ്പിക്സ് ആണ് മോഡൽ 5. നിങ്ങളൊന്ന് സിലബസ് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ആ സിലബസ് റെഫർ ചെയ്ത് നിങ്ങൾ തന്നെ വായിച്ച് പഠിക്കുക. ബേസിക്കായിട്ട് ലെറ്റർ റൈറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് നമുക്ക് മോഡൽ 5 ഡിസ്കസ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ക്ലാസ് എടുക്കാം. ഞാനൊന്ന് വെയിറ്റ് ചെയ്യുക. ഞാനൊന്ന് മെക്കാനിക്കലിൻ്റെ കൂടി അറ്റൻഡൻസ് മാർക്ക് ചെയ്യട്ടെ. ഓക്കെ, അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യുക. മെക്കാനിക്കലിൻ്റെ അറ്റൻഡൻസ് മാർക്ക് ചെയ്യട്ടെ. ഓക്കെ, അപ്പോൾ ഇതിൽ പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷനിൽ മോഡ്യൂൾ 5 ആണ്. മോഡ്യൂൾ 5 ലാസ്റ്റ് മോഡ്യൂൾ 5 ലെറ്റർ റൈറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, മെക്കാനിക്കൽ ഒന്ന് പെട്ടെന്ന് അറ്റൻഡൻസ് പറഞ്ഞ അഭിനന്ദ്, ആദർശ് ഫാസ്റ്റായിട്ട് പറയണേ. ആദർശ് ആബ്സെന്റ് ആദർശ് പ്രസന്റ് ആണോ? ഓക്കെ, അലൻ പ്രസന്റ് സാർ. ഹൃദ്ദീഖ് പ്രസന്റ് ആണോ? മുഹമ്മദ് നവീദ് പ്രസന്റ് സാർ. ഓക്കെ, മുഹമ്മദ് ഷാരൻ പ്രസന്റ് സാർ. നിഹാൽ സാരൻ വിഷ്ണു കെ അഭിനന്ദ് NP അഭിനന്ദ് പ്രസന്റ് ആണോ? അഭിനന്ദ് ആബ്സെന്റ് ഇടുന്നില്ല. ആകാശ് ദിലീപ് അമർനാഥ് അർജുൻ കാളിദാസ് മുഹമ്മദ് മർസ്യൂഖ് പ്രസന്റ് സാർ. മുഹമ്മദ് സെയ്ൻ അഷ്റഫ് ആബ്സെന്റ് ആണോ? ഓക്കെ, രാകേഷ് പ്രസന്റ് സാർ. സായുജ് KM വിഷ്ണു സന്തോഷ് പ്രസന്റ് സാർ. സായുജ് ആബ്സെന്റ് ഇടുന്നുണ്ട്. ഓക്കെ, ആബ്സെന്റ് സായുജ്, മുഹമ്മദ് സെയ്ൻ അഷ്റഫ്, അഭിനന്ദ് NP, ഋതിക് കൃഷ്ണ VP. So, ഓക്കെ, ഞാൻ ഫസ്റ്റ് സിലബസ് ജസ്റ്റ് ഒന്ന് ഫെമിലറൈസ് ചെയ്യാം. അപ്പോൾ ഇതിൽ മോഡ്യൂൾ 5 ഫോർമൽ റൈറ്റിംഗ് എന്ന ടോപ്പിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫോർമൽ ലെറ്റർ റൈറ്റിംഗ്. അപ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങൾ പല പർപ്പസിന് വേണ്ടിയിട്ട് പല തരത്തിലുള്ള ലെറ്റേഴ്സ് എഴുതാറുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ മോഡ്യൂൾ 5 ഡിസ്കസ് ചെയ്യുന്നത് ഏതാണ്? ഫോർമൽ ലെറ്റർ റൈറ്റിംഗ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ,
അപ്പം നിങ്ങൾക്ക് ഇത് വായിച്ചിട്ട് പഠിക്കാവുന്ന ഒരു ടോപ്പിക്കാണ്. ഓക്കെ, അതായത് ജസ്റ്റ് വായിച്ച് മനസ്സിലാക്കി പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് മോഡ്യൂൾ 5-ലുള്ളത്. സോ ഞാൻ ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് പോകും. ഓക്കെ, so this is module 5, formal writing, then technical writing, difference between technical and literary style, then letter writing, formal, informal and semi-formal, then job applications, then minute preparation, CV preparation. Okay, difference between biodata, CV and resume. Okay, so biodata, CV and resume, these three are different. Okay, so we want to study what is the difference between the biodata, CV and resume. Then different types of report writing. Okay, reports, then element of style, common errors in writing, describing a process. So this is the module 5. Okay, so this is module 5. It's generally about technical letter writing. Okay, technical letter writing or formal writing. Okay, so we want to study this topic in the module 5. Okay, so we can start from formal writing. Okay, so just to note this module 5, and what we are doing is that we want to study what is formal writing, what is technical writing, etc. Okay, so just keep in mind what we are going to study in this module. Okay, so in the textbook itself, topic is there. So what is formal writing? So സായുജ് പ്രസന്റ് ആണ്. സായുജ് ഈസി ആണോ, മെക്കാണോ? മെക്കാനിക്കൽ. സാർ മെക്കാനിക്കലി അഭിനന്ദൻ PM പ്രസന്റ് ആണ്. അഭിനന്ദൻ. ഓക്കെ, ഓക്കെ, ഫൈൻ. സോ this is just a descriptive topic. Okay, so please read and study this topic. Okay, so what is formal writing? We want to start from the formal writing. So formal writing is called for some official purposes we are writing some letters, that is called formal letters. Okay, so this, the heading is formal writing, and in that formal writing the first subtopic is technical writing. Technical writing. So what is technical writing? I hope you can see the screen. So what is technical writing? So it is given. What is technical writing means? Technical writing is a style of writing used in delivering technical information. Okay, it is used for delivering technical information regarding a particular subject. Okay, so technical writing is a style of writing used in delivering technical information regarding a particular subject. Okay, so that is a type of formal letter. Okay, technical written letter is a formal letter. So technical writing is a style of writing used in delivering technical information regarding a particular subject. So here the intended audience, should have a certain knowledge about the subject in order to understand the technical jargon. Okay, so the next point is
this is the next point you should notice. Technical jargon. Okay. So the audience, the intended audience should have a certain knowledge about the subject. Okay, certain knowledge about the subject in order to understand the technical jargon and the meaning of the text. Okay, so this is very important. That is, in the technical letters, okay, we will use different terms. That is called a technical jargon. Okay. For example, if you are writing a letter from relating to the electronics and communication engineering, sometimes you will give a word like amplitude. Okay. So amplitude, what is amplitude? Easy students know what is amplitude. Amplitude is a technical jargon. Okay, used in your letter. Okay, I am from computer science. I don't know what is exactly the amplitude means. Okay, but if you are giving the letter to a concerned EC department staff, they know what is that word. Okay, what is amplitude. So similarly, in the from mechanical also there will be some technical jargons. Can you give an example of a technical jargon? Anyone student from mechanical? Mechanical? ഒരാൾ റെസ്പോണ്ട് ചെയ്യാം. മെക്കാനിക്കലിന് ആരെങ്കിലും ഒരാളൊന്ന് റെസ്പോണ്ട് ചെയ്ത ഏതെങ്കിലും ഒരു ടെക്നിക്കൽ ജാർഗൺ പറയാൻ പറ്റുമോ? എനിക്ക് നിങ്ങളെ അറിയില്ല. രാകേഷ്, മുഹമ്മദ് നവീദ്. സ്ട്രെയിൻ, സ്ട്രെസ് അല്ലേ? സ്ട്രെസ് അല്ലെങ്കിൽ ഇനർഷ്യ അല്ലേ, കൈനറ്റിക് എനർജി, അങ്ങനത്തെ കുറേ ടേംസ് ഉണ്ട് അല്ലേ. ആ ടേംസ് ഒക്കെ ആ ഒരു സബ്ജക്റ്റിനെ അറിയുന്നവർക്ക് മാത്രമേ എന്താവുള്ളൂ അതിൻ്റെ മീനിങ്, എക്സാക്റ്റ് മീനിങ് എന്താന്ന് പറയാൻ പറ്റും. ഇപ്പം ഈ ടേംസ് ഒരു ഇലക്ട്രോണിക് സ്റ്റുഡൻറ്റിന് ആണ് അല്ലെ, ഇലക്ട്രോണിക്സ് നോളജ് ഉള്ള ഒരാൾക്ക് കൊടുക്കുന്നതെങ്കിൽ അവർക്ക് ഇതിൻ്റെ എക്സാക്റ്റ് മീനിങ് അറിയില്ലായിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് ടെക്നിക്കൽ ജാർഗൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടെക്നിക്കൽ റൈറ്റിങ്ങിൽ എന്തുണ്ടാവും? Here, the intended audience should have a certain knowledge about the subject in order to understand the technical jargon and the meaning of the text. Okay. So, intended audience എന്ത് വേണം? Subject knowledge വേണം. And എന്തിനാ subject knowledge? In order to understand the technical jargons used in that letter. അപ്പോൾ technical jargon എന്താണെന്ന കാര്യം മനസ്സിലാക്കുക. What is technical jargon? Okay. So, next point. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് നമ്മൾ എന്താ പറഞ്ഞത്? വാട്ട് ഈസ് ടെക്നിക്കൽ റൈറ്റിംഗ്? വാട്ട് ഈസ് ടെക്നിക്കൽ റൈറ്റിംഗ് മീൻസ് technical writing is a style of writing used in delivering technical information regarding a particular subject. Second point is the intended audience should have certain knowledge about the subject in order to understand the technical jargon and the meaning of the text. Then the third point is, this is the third point. This is the third point. Technical writing is the style of writing that is mostly observed in non-fiction. Okay. So, this is the third point. Technical writing is the style of writing that is mostly observed in non-fiction. And realistic ആയിട്ടുള്ള സെനാരിയോസിലാണ് നമ്മൾ ടെക്നിക്കൽ റൈറ്റിംഗ് യൂസ് ചെയ്യുക. അപ്പോൾ ഇത്രയാണ് ടെക്നിക്കൽ റൈറ്റിംഗ്. ചിലപ്പോൾ എക്സാമിന് ചോദിക്കാം വാട്ട് ഈസ് മീൻ ബൈ ടെക്നിക്കൽ റൈറ്റിംഗ്.
ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ 3 പോയിന്റ്സ് ആണ് നോട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് വാട്ട് ഈസ് ടെക്നിക്കൽ റൈറ്റിംഗ്, ദെൻ second point related to a technical jargon, third point is related to it should be realistic, should be used in realistic scenarios. Technical writing is the style of that is mostly observed in non-fiction. Non-fiction means realistic scenarios. So next topic is difference between technical and literary style. ഓക്കെ, അപ്പോൾ എന്താണ് ടെക്നിക്കൽ ലെറ്ററും ലിറ്റററി സ്റ്റൈൽ ലെറ്ററും തമ്മിലുള്ള ഡിഫറൻസ്? ഓക്കെ, അപ്പോൾ എക്സാമിന് സംടൈംസ് ഇൻ ദ എക്സാംസ് ദേ മേ ആസ്ക് ക്വസ്റ്റ്യൻ ലൈക്ക് ദിസ്, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ടെക്നിക്കൽ ആൻഡ് ലിറ്റററി സ്റ്റൈൽ? So now we know what is technical writing. Yeah, it's clear. What is technical writing? We know. What is literary style? What is literary style writing? So we are writing some letters. Suppose I am writing a letter to my friend. That is a literary style letter. Okay. So we can go to we can discuss the points. So first point. So what is the first point? Technical writing. Technical writing is a process of managing technical information in a way that allows the pupil to take actions. This is about the technical writing. So what is literary writing? Literary writing is a creating innovative creative work such as poems or novels and compilation or volumes of creative work. This is about the literary writing. Literary writing is creating innovative creative work, okay, such as poems or novel and compilations or volumes of creative work. This is called literary style writing. So we are discussing the differences between the technical and literary style. One is, what is technical writing? Technical writing is a process of managing technical information in a way that allows people to take actions. Okay. നിങ്ങൾ ജസ്റ്റ് ഒന്ന് റെസ്പോണ്ട് ചെയ്യുക കേട്ടോ, നെറ്റ് പോകുന്നുണ്ടോയെന്നറിയില്ല. ഓക്കെ, then what is literary writing means? It is related to this one. This is the point. Okay, creating innovative work, creating innovative creative work such as poems, novels and compilations or volumes of creative work. So the second point is what is the purpose? Technical writing. What is the purpose of technical writing? You can read here. Already told by just reading you can study this module. Okay, so please read and study. Okay, so I'm just giving a guidance. Okay, so what is technical writing? What is the purpose? What is the purpose of technical writing? Technical writing written to inform, instruct readers about a certain thing. That is the purpose. എന്തിനു വേണ്ടിയിട്ടാണ് ടെക്നിക്കൽ ലെറ്റേഴ്സ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ റിട്ടേൺ ടു ഇൻഫോം ഓർ ഇൻസ്ട്രക്ട് റീഡേഴ്സ് അബൌട്ട് എ സർട്ടൻ തിങ്. ഓക്കെ, സോ ദർ ആർ ടു ടേംസ്. വൺ ഈസ് ഇൻഫോം ഓർ ഇൻസ്ട്രക്ട്. Inform or instruct readers about a certain thing. That is the purpose of technical writing.
Similarly, there is a, what is the purpose of literary writing? Entertain. ഓക്കെ, അതായത് നമ്മളെ പോയംസ്, നോവൽസ്, അതൊക്കെയാണ് എന്ത്, ഷോർട്ട് സ്റ്റോറീസ്, അതൊക്കെയാണ് എന്ത് പറയുന്നത്, ലിറ്റററി വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ആ ലിറ്റററി ലെറ്റേഴ്സിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ യൂസ്, ലിറ്റററി റൈറ്റിങ്ങിൻ്റെ യൂസ് എന്താണെന്ന് വെച്ചാൽ റിട്ടൺ ടു എൻ്റർടൈൻ ഓർ എമ്യൂസ് റീഡേഴ്സ് അല്ലേ. എമ്യൂസ് എന്ന് വെച്ചാൽ എന്താണ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അമ്യൂസ്മെന്റ് പാർക്ക് എന്നൊക്കെ. അപ്പോൾ എൻജോയ് ചെയ്യാനുള്ള ഒരു ഇത്, അപ്പോൾ അതാണ് അതിൻ്റെ മീനിങ്. എൻ്റർടൈൻ എമ്യൂസ് റീഡേഴ്സ്, അതാണ് അതിൻ്റെ പർപ്പോസ്. ലിറ്റററി റൈറ്റിങ്ങിന്റെ പർപ്പോസ് എന്താണെന്നാണ് പറയുന്നത്, പർപ്പോസ്. ഓക്കെ, ദെൻ തേർഡ് ഈസ് ദ ലാംഗ്വേജ്. ഓക്കെ, തേർഡ് ഈസ് ദ ലാംഗ്വേജ്. So which type of language we should use? Okay. So, in the case of a technical writing, not here, the language. Next point is language. Okay. In the case of a technical writing, the language used in technical writing is directed, factual, or and straightforward. This is the property of the language to be used in technical writing. It is direct, factual, and straightforward. This is the property of the language we are using in the technical writing. And what about the language we are using in the literary writing? What about the language we are using in the literary writing? The language used in literary writing is, note here, creative, imaginative, and use literary technique like hyperbole, personification, smiles, metaphors, etc. Okay, so this is the difference of the language we are using in technical writing and literary writing. In the technical writing, we are using the direct language. Okay, because it is a formal letter. Okay, where direct, factual, and straightforward language is using. But in the case of a literary writing, we are using the language used in literary writing is creative and imaginative. Okay, that is important. It should be creative and imaginative. Okay, it should be creative and imaginative. So in that we will use literary techniques like hyperbole, personification, smiles, etc. Okay, so these are the properties of a language used in literary writing. Okay, okay, so just to go through it. Okay, so ഒരാളൊന്ന് റെസ്പോണ്ട് ചെയ്യോ? രാകേഷ്. ഹലോ സർ. ഓക്കെ അല്ലേ? കണക്ഷൻ കട്ടാവുന്നില്ലല്ലോ? ഇല്ല, കണക്ഷൻ കട്ടൊന്നുമില്ല. Next point, upbeat. Okay, next point is upbeat. So we are discussing various factors. Okay, first we discussed what is the difference. Okay, then purpose, then language. Technical writing
appeals to the mind. Okay, and the emotions. Okay, so appeal means basically it will apply like that. Okay, technical writing applying to the mind, that is giving importance to the mind. Literary writing appeals to the emotions. Okay, that is about the term appeal. Okay, then structure. Next important term is structure. So technical writing has technical vocabulary, simple sentences, impersonal, okay, impersonal, objective tone. So what should be the structure of a technical letter? Technical writing has technical vocabulary. That technical vocabulary is called a technical jargon. Okay, technical vocabulary, that is called a technical jargon. Then simple sentence, should use simple sentence. Then impersonal. Okay, impersonal means it's not related to a person. Okay, it should be impersonal. And objective tone. Okay, object, there should be an objective tone. Okay, this is about the structure of technical writing. At the same time, what is literary writing? In the literary writing, it might have complex sentence structure. Okay, complex sentence structure and linguistic aspects like dialects, ambiguity, etc. Okay, what is ambiguity means? What is ambiguity? Anyone? What is ambiguity means? Ambiguity means it's like more than one interpretation about something. Okay, that is called ambiguity. That is ambiguity. So literary writing might have complex sentence structure. Okay, this is simple sentence. You cannot hear. This is simple sentence. Here, this is complex sentence structure. Then next is about the linguistic aspects like dialects and ambiguity, etc. It should handle the ambiguity. What is ambiguity means? Ambiguity means more than one interpretation about a particular thing. That is called ambiguity. So it should deal the linguistic aspects like ambiguity, etc. So this is about the structure. And next is about the audience. So to whom we are writing the letter. So already we told technical writing is written for those who are knowledgeable about a particular subject area. Okay, those who are knowledgeable about that particular subject area. Okay, at the same time, literary writing is written for general readers. Okay, general readers. So these are the differences between literary writing and technical writing. So there are some other points. The difference between technical and literary writing lies heavily on its use of language. So the differences between technical and literary writing, just to go through it. The differences between technical and literary writing lies heavily on its use of language and style of presenting information required for
specific formats. Okay. While literary writing can be informal. Okay. So this is also important. Literary writing can be informal and personal, but technical writing is strict to being formal and impersonal in tone and voice. Okay, that is also another point. Okay, so I'm just marking it in another color, and okay, this is also next. Literary writing can be informal and personal. Technical writing is strict to being formal and impersonal in tone and voice. That is another point. Okay. Next, literary writing would be prosaic or verbose, but technical writing will be, just note this point also. Literary writing would be prosaic or verbose, but technical writing will use the language in a straightforward manner. Okay. Technical writing will use the language in a straightforward manner. That is very important. So we are dealing with the technical writing. You should use a straightforward language that should be easy to understand. At the same time, literary writing would be verbose. Okay, verbose. Please try to understand what is the meaning of verbose. What is verbose means? That is, we are using more words to explain something. ഓക്കെ, അതായത് നമ്മളിപ്പം ചില കാര്യങ്ങൾ പറയുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് പറയാവുന്ന ഒരു കാര്യം എന്ത് ചെയ്യും, അത് കുറേ വേർഡ്സ് യൂസ് ചെയ്ത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പറഞ്ഞാളി. ഓക്കെ, അപ്പോൾ അതാണ് വെർബോസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ലിറ്റററി റൈറ്റിംഗ് ചിലപ്പോഴെന്തായിരിക്കും, വെർബോസ് ആയിരിക്കും. ബട്ട് ടെക്നിക്കൽ റൈറ്റിംഗ് എന്തായിരിക്കണം, ഇറ്റ് ഷുഡ് ബി സ്ട്രേറ്റ് ഫോർവേഡ് മാനറിലായിരിക്കണം. ആൻഡ് present the ideas with conciseness or brevity. Okay, so these all about the difference between the technical writing and literary writing. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുന്നു. അപ്പോൾ ഫോർമൽ റൈറ്റിംഗ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ നമ്മൾ ആദ്യം ടെക്നിക്കൽ റൈറ്റിംഗ് എന്താണെന്ന് മനസ്സിലാക്കി. വാട്ട് ഈസ് ടെക്നിക്കൽ റൈറ്റിംഗ്? ടെക്നിക്കൽ ഇൻഫർമേഷൻ റിഗാർഡിങ് എ പെർട്ടിക്കുലർ സബ്ജക്റ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്. അതിൽ ഇൻറ്റൻഡഡ് ഓഡിയൻസിന് ടെക്നിക്കൽ ജാർഗൺസ് മനസ്സിലാക്കാൻ പറ്റണം. ഓക്കെ, അപ്പോൾ അത് റിയലിസ്റ്റിക് ആയ സെനാരിയോസിലാണ് യൂസ് ചെയ്യുക. ഇതാണ് വാട്ട് ഈസ് ടെക്നിക്കൽ റൈറ്റിംഗ്. നെക്സ്റ്റ്, what is the difference between technical and literary style? So you should explain. First topic is what is technical writing? Okay, it is a process of managing technical information. Okay, literary writing means creating innovative and creative work. Creating innovative, creative work such as poem, novels, compilations or volumes, etc. ഓക്കെ, അതാണ് ലിറ്റററി വർക്ക് എന്ന് പറയുന്നത്. അതായത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നെക്സ്റ്റ്, പർപ്പസ്. എന്തിനു വേണ്ടിയിട്ട് എഴുതുന്ന? ടെക്നിക്കൽ റൈറ്റിംഗ് എന്തിനു വേണ്ടിയിട്ട് എഴുതുന്ന? റിട്ടൺ ടു ഇൻഫോം ഓർ ഇൻസ്ട്രക്ട് റീഡേഴ്സ് അബൌട്ട് എ സർട്ടൺ തിങ്. ഓക്കെ, ലിറ്റററി റൈറ്റിംഗ് ടു എന്റർടൈൻ. ഓക്കെ, ലാംഗ്വേജ്. So in the technical writing, the language using should be direct, factual and straightforward. Okay, factual means is related to some facts. Okay, that is facts or truths. Okay, like that. Anyway, direct, factual and straightforward. In the literary writing, creative and imaginative words should be used. Okay, so hyperbole,
personifications, smiles, metaphors, etc. That about the language. Then appeal. Appeals to the mind. This appeals to the emotions. Okay. Next, structure. What is about the structure? Technical vocabulary, simple sentences, impersonal, objective tone. These are the properties of the structure of technical writing. And literary writing, complex sentence structure, and it should deal with the linguistic aspects like ambiguity, etc. Okay. So what is ambiguity means? More than one interpretation about something. That is ambiguity. Okay. Next, about the audience to whom we are writing. Now, the audience should have the knowledgeable about a particular subject area. Okay, this is important. And literary writing, general readers, ആർക്ക് വേണമെങ്കിലും എഴുതാൻ പറ്റും. ഓക്കെ, സോ ജസ്റ്റ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദ കൺസെപ്റ്റ്. പിന്നെ ഇതിൽ ലാസ്റ്റ് ഒരു 3 പോയിന്റ്സ് പറയുന്നുണ്ട്. ഒന്ന് യെല്ലോ കളറിൽ കാണിച്ചിട്ടുണ്ട്, ഒന്ന് ഗ്രീൻ കളറിൽ, ഒന്ന് ബ്ലൂ കളറിൽ. യെല്ലോ കളറിൽ എന്താ പറഞ്ഞത്? ദ ഡിഫറൻസ് ബിറ്റ്വീൻ ടെക്നിക്കൽ ആൻഡ് ലിറ്റററി writing lies heavily on its usage of language and style of presenting. Okay. Next, in green കളറിൽ കാണിച്ച എന്താ പറയുന്നത്? ഇൻഫോർമൽ ആൻഡ് പേഴ്സണൽ ആയിരിക്കും ലിറ്റററി റൈറ്റിംഗ്. ടെക്നിക്കൽ എന്തായിരിക്കണം? ഇംപേഴ്സണൽ ആൻഡ് ഫോർമൽ ആയിരിക്കണം. ഓക്കെ. ലാസ്റ്റ് ബ്ലൂ കളറിൽ പോയിന്റ് ചെയ്തിരിക്കുന്ന പറയുന്ന ലിറ്റററി റൈറ്റിംഗ് ഷുഡ് ബി വെർബോസ്. വെർബോസ് എന്ന് വെച്ചാൽ എന്താണ്? കൂടുതലധികം വാക്കുകൾ യൂസ് ചെയ്യും നമ്മൾ. അത് ലിറ്റററി റൈറ്റിംഗിൽ വരാം. അതേസമയം ടെക്നിക്കൽ റൈറ്റിംഗ് എന്തായിരിക്കണം എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ഫോർവേഡ് ആൻഡ് പ്രസന്റ് ഐഡിയാസ് വിത്ത് കൺസൈസ്നെസ് ഓർ ബ്രേവിറ്റി. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നമ്മളൊന്ന് സിലബസ് ഒന്ന് റിവൈസ് ചെയ്തു. മോഡ്യൂൾ 5 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റൈറ്റിംഗ് ആണ് പഠിക്കേണ്ടത്. അതിൽ ഫോർമൽ റൈറ്റിംഗ് നമ്മളിപ്പം ഡിസ്കസ് ചെയ്തു. അത് അതിൽ ടെക്നിക്കൽ റൈറ്റിംഗ് എന്നത് ലിറ്റററി റൈറ്റിംഗുമായിട്ട് കമ്പയർ ചെയ്തു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. Thank you, sir. Thank you, sir. Thank you, sir.